ചക്കപ്പോത്ത്, തടിച്ചി, ആനക്കുട്ടി ഇത്യാദി പേരുകളിലാണ് ഓർമ്മ വച്ച കാലം തൊട്ട് ഞാൻ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഞാൻ അഞ്ചിലെന്തോ പഠിക്കുമ്പം എൻ്റെ ഒരു ആൻറ്റി നമ്മുടെ നെയ്ബറിനോട് പറഞ്ഞു, ഈ വണ്ണം വെച്ച കൊച്ചിനെയൊക്കെ ആര് കിട്ടിക്കൊണ്ട് പോകാനാന്ന്. ജനിച്ചപ്പം 3.5 കിലോയായിരുന്നു. അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെയാണ്. നമ്മളൊരു വീട്ടിൽ ചിപ്സ് കഴിച്ചുകൊണ്ടിരുന്നപ്പം അതെടുക്കാൻ ഇങ്ങനെ കൈ നീട്ടിയപ്പം നമ്മുടെ അടുത്തിരുന്ന ഒരാൾ കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞു, വെറുതെ അല്ല ഈ പിള്ളേർ ഇങ്ങനെ ഇരിക്കണേന്ന്. അന്ന് തൊട്ടിട്ട് 4 ആൾ കൂടുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോകാണ്ടായി. നമ്മുടെ ശരീരം, കളറ് ഇതൊക്കെ വെച്ച് തമാശ പറയാൻ കഷ്ടപ്പെടുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാത്ത പ്രായത്തിൽ ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പം ചെറുക്കന്മാരോടൊക്കെ എൻ്റെ പേര് പറയണതിന് മുന്നേ ഞാൻ പറയും, എനിക്ക് വണ്ണം ഉണ്ട് കേട്ടോ, ഞാൻ അത്ര അപ്പീലിംഗ് ആയിട്ടുള്ള ആളല്ലെന്ന്. ബട്ട് ഞാൻ പറയണതിന് മുന്നേ ഇതൊക്കെ വേറെ ആരെങ്കിലും ആ ചെറുക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബട്ട് ഐ റിയലി ഡോണ്ട് തിങ്ക് സോ ഇത് ഫാമിലി ലൈഫിന് വേണ്ട ക്രൈറ്റീരിയ ആണെന്ന്. ഇതൊക്കെ എൻ്റെ ട്രോമയായിരുന്നു. ഞാൻ അഗ്ലിയാണ്, വെർത്തല്ല എന്നുള്ള കുറേ സാധനങ്ങളല്ലാണ്ട് എന്നെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇതുകൊണ്ടൊക്കെ ഞാൻ ലോസ്റ്റാക്കി. ഞാൻ ഇങ്ങനാന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇന്ന് എനിക്കുണ്ട്. സൗന്ദര്യം ഇല്ലാത്തതോ കളർ കുറഞ്ഞതോ പ്ലസ് സൈസോ ഒന്നും നമ്മുടെ കുറവുകളല്ല. ബട്ട് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വരുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്.